ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെ മൈനിങ് സർവീസ് ബോട്ട് നമ്മൾ ടെലഗ്രാമിൽ ഇതേപോലെ ടാപ്പ് ചെയ്തിട്ട് മൈൻ ചെയ്ത് ഹാംസ്റ്റർ കോയിന് കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് കൂടുതലായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഇപ്പോൾ ഏറ്റവും പുതിയ 2 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഒന്നാമത്തത് ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ ബൈ സ്കിന്നിന്, രണ്ടാമത്തത് ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ മിനി ഗെയിമുമാണ്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള ഈ 2 പുതിയ അപ്ഡേറ്റ് എന്താണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നിട്ട് ടെലഗ്രാമിൽ സെർച്ച് ബാറിൽ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് സെർച്ച് ചെയ്തിട്ട് ഹാംസ്റ്റർ കോമ്പാക്ട് മൈനിങ് സർവീസ് ബോട്ട് ഓപ്പൺ ചെയ്യുക. ശേഷം താഴെ കാണുന്ന പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അല്പം ലോഡിംഗ് ആയിട്ട് ഹാംസ്റ്റർ കോമ്പാക്ട് ഡാഷ്ബോർഡ് ഇതുപോലെ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ ഏറ്റവും മുകളിൽ ഒന്നാമതായിട്ട് ബൈ സ്കിൻ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിന് ഇവിടെ ഈ ബൈ സ്കിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ താഴെ ഇതിൽ ഒരുപാട് സ്കിന്നുകൾ കാണാൻ സാധിക്കും. അതും പല പേരിലും പല ഡിസൈനിലും പല മോഡലിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് എല്ലാ സ്കിൻസും നമ്മളിവിടെ അൺലോക്ക് ചെയ്തിട്ട് ബൈ ചെയ്യണം. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ വലിയ വാല്യൂ ഉള്ള സ്കിന്നുകളൊക്കെ ഉണ്ട്. അത് ബൈ ചെയ്യാൻ കൂടുതൽ ഹാംസ്റ്റർ കോയിന് കൊടുക്കേണ്ടി വരും. ഇതിലിവിടെ മിനിമം 25 ലക്ഷം ഹാംസ്റ്റർ കോയിനും മാക്സിമം 20 മില്യൺ ഹാംസ്റ്റർ കോയിനും കൊടുത്ത് ബൈ ചെയ്യേണ്ട സ്കിന്നുകളൊക്കെ ഉണ്ട്. അതിന് നമ്മളടുത്തുള്ള ഹാംസ്റ്റർ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് സ്കിന്ന് ബൈ ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫൈറ്റി എന്ന് പറയുന്ന ഒരു സ്കിന്ന് സെലക്ട് ചെയ്തു. ഇതിന് 25 ലക്ഷം ഹാംസ്റ്റർ കോയിനാണ് ബൈ ചെയ്യാൻ കൊടുക്കേണ്ടത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ അൺലോക്ക് എന്ന് പറയുന്ന ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തുടർന്ന് വരുന്ന ഭാഗത്ത് ബൈ എന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് ചൂസ് എന്നൊരു ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ അൺലോക്ക് ചെയ്ത് ബൈ ചെയ്ത ആ ഒരു സ്കിന്ന് ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ പ്രൊഫൈൽ ഫോട്ടോയിലേക്ക് ഇതുപോലെ മാറി വരും. ഇങ്ങനെ ഇതിൽ നമ്മൾ അൺലോക്ക് ചെയ്ത് ബൈ ചെയ്ത സ്കിന്നുകൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ പ്രൊഫൈൽ ഫോട്ടോ ആയി ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലിവിടെയുള്ള എല്ലാ സ്കിന്നുകളും നമ്മൾ അൺലോക്ക് ചെയ്ത് ബൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ബൈ സ്കിൻ എന്ന അപ്ഡേറ്റ് ഉപയോഗിക്കേണ്ടത്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള ഈ ബൈ സ്കിൻസ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ നമ്മളിതിൽ അൺലോക്ക് ചെയ്ത് ബൈ ചെയ്യുന്ന എല്ലാ സ്കിന്നുകളും നമുക്ക് NFT ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NFTയിൽ നമുക്ക് നല്ലൊരു വാല്യൂ ഉണ്ടാകും. അത് വിറ്റ് നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. അല്ലെങ്കിൽ ഇവിടെ സ്കിന്നുകൾ ബൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ NFT വാല്യൂ ആയിട്ട് നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസികൾ ഫ്രീ ആയിട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഹാംസ്റ്ററിന് തന്നെ എന്തെങ്കിലും എയർ ഡ്രോപ്പ് നമുക്ക് ഫ്രീ ആയി പണം കിട്ടാനുള്ള സാധ്യത കൊണ്ടുണ്ട്. അടുത്തത് ഇവിടെ രണ്ടാമതായിട്ട് മിനി ഗെയിം എന്ന ഒരു അപ്ഡേറ്റ് കാണാം. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിന് ഇവിടെ ഈ മിനി ഗെയിം എന്ന ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന വിൻഡോയിൽ താഴെ പ്ലേ എന്നൊരു ബട്ടൺ കാണും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഗെയിം പ്ലേ നടക്കും. അപ്പോൾ ആ ഗെയിമിൽ നമ്മൾ കറക്റ്റായിട്ട് കളിക്കണം. അത് ഗെയിം പ്ലേ ചെയ്യണം. അതിലിവിടെ കുറച്ച് ക്യാൻഡിൽസ് കാണാം. അത് മുകളിലേക്കും താഴേക്കൊക്കെ നമ്മൾ ഇതുപോലെ നീക്കിയതിന് ശേഷം അവിടെ കാണുന്ന ആ ഒരു കീ ഉണ്ടല്ലോ, ആ കീ സൈഡിൽ കാണുന്ന ആ ഏറോ മാർക്കിലേക്ക് വലിച്ചിടണം. ഇത് 29 സെക്കൻഡാണ് ടൈം ഉള്ളത്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഗെയിം കളിച്ച് വിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിൽ ടൈം ഔട്ട് ആവും. ശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ താഴെ വാച്ച് വീഡിയോ എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ കാണേണ്ടി വരും. ആ വീഡിയോയിൽ ഇത് എങ്ങനെ ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ കാണിക്കും. പക്ഷേങ്കിൽ നമ്മൾ ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബാക്ക് അടിക്കുക. എന്നിട്ട് ഇതിലിവിടെ താഴെ 1.5 മണിക്കൂർ ടൈം കൗണ്ട് ആവുന്ന കാണാൻ സാധിക്കും. അത് കൗണ്ട് ആയതിനു ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ ഗെയിം കളിക്കാം. ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഇതുപോലത്തെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അതും അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഡെയിലി 1-2 ടാസ്കുകളൊക്കെ ഉണ്ട്. അതായത് ഡെയിലി സൈഫർ കോഡ്, ഡെയിലി കോംബോ കാർഡ് തുടങ്ങിയ ടാസ്കുകളൊക്കെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ദിവസം ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ഹാംസ്റ്റർ കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. ഈ ടാസ്കുകളൊക്കെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ എങ്ങനെ ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ ഡെയിലി ടാസ്കുകളും ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ മറ്റു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഹാംസ്റ്റർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ പെട്ടെന്ന് തന്നെ ലഭിക്കും. ആ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും ആ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ ടൈം ഔട്ട് ആയ മിനി ഗെയിം 1.5 മണിക്കൂർ കഴിഞ്ഞ് അത് കൗണ്ട് ഡൗൺ ആയതിനു ശേഷം വീണ്ടും ആ ഒരു മിനി ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മിനി ഗെയിം എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന വിൻഡോയിൽ താഴെ കാണുന്ന പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗെയിം ഇവിടെ ഓപ്പൺ ആയി വന്നിട്ട് ഈ ഗെയിം സ്റ്റാർട്ട് ആവും. ഇതിലിവിടെ കാണുന്ന റെഡ് ഗ്രീൻ ക്യാൻഡിൽസ് മുകളിലേക്കും താഴേക്കും ഇതേപോലെ നീക്കിയിടുക. ഇത് നിങ്ങളുടെ ടെലഗ്രാമിൽ നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെലഗ്രാം അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ ഇത് വർക്കാവുന്നതാണ്. അങ്ങനെ ക്യാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതിന് ശേഷം ഇതിൽ
ഇവിടെ കാണുന്ന ആ ഒരു കീ ഉണ്ടല്ലോ, കീ അവിടെ സൈഡിൽ കാണുന്ന ഏറോ മാർക്കിലേക്ക് വലിച്ചിടാൻ പറ്റുന്ന രീതിയിൽ, അതായത് ആ ഒരു കീ ആ ഒരു ഏറോ മാർക്കിലേക്ക് ഇതേപോലെ നീക്കിടാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കണം. അങ്ങനെ ആ ഒരു കീ അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഗുഡ് ജോബ് CEO എന്നൊക്കെ എഴുതിയിട്ട് വരും. തുടർന്ന് ഇവിടെ മുകളിൽ കീ എന്ന ഭാഗത്ത് നോക്ക് അവിടെ 1 റിലീസായിട്ട് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇങ്ങനെ അവിടെ കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിനി ഗെയിമിൽ നമ്മൾ വിന്നായി, അതിൻ്റെ ആ ഒരു റിവാർഡാണ് നമുക്ക് അവിടെ വന്നിട്ട് കാണുന്നത്. അപ്പോൾ ഈ മിനി ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇതൊരു ചെറിയൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിം പ്ലേ ചെയ്ത് നമ്മൾ കളിച്ചിട്ട് നമ്മൾ അതിൽ വിന്നായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കീ കിട്ടും. ആ കീ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഇതിൽ നല്ല റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഹാംസ്റ്റർ കോയിൻ നമ്മൾ ഇതിൽ ഏൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് പണം നേടാനുള്ള മറ്റൊരു സംവിധാനം കൂടിയാണിത്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ മിനി ഗെയിം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കളിക്കാം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഈ 2 പുതിയ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിലും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.